കേരള ആദിദേവി പോറുണ്ടോ? കേരള തിരക്കിലാണ് എന്നാണ് പറയുന്നത് ഇക്കൂസെ. ഹലോ സഞ്ചാരികൾ, സ്വാഗതം. ഇക്കൂസ് ചാനലാണ്. ഇക്കൂസ് കൂട്ടാക്കണേ, കേരളയെ കൂട്ടാക്കണേ. അതേപോലെ തിരിച്ചും രണ്ടുപേരും മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ട് അതനുസരിച്ചാണ് കൂട്ടാക്കാൻ. ഒരുമിച്ച് കൂട്ടാക്കിയ രണ്ടും പോവും. ഹലോ സഞ്ചാരികളുടെ പർദീസ, സഞ്ചാരിയുടെ പാതകളല്ലേ. സ്വാഗതം ലൈവിലേക്ക്. സുഖമാണല്ലോ? രാവിലെ കാപ്പി കുടിച്ചല്ലോ, ചായ കുടിച്ചല്ലോ? ഓക്കെ. അപ്പോൾ അക്കൂസ് ഫസ്റ്റ് കൂട്ടാക്കും. അത് ആ കമൻറ്റിനകത്ത് പോയി പരസ്പരം പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ വെറുതെ കൂട്ടാക്കിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ 2 സ്പാമാവും. ഓക്കെ. അപ്പോൾ ഇക്കൂസ് ഇപ്പോൾ കൂട്ടാക്കും. 24 hours കഴിഞ്ഞിട്ട് ഇക്കൂസിനെ കൂട്ടാക്കണം. പറ്റിയാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ചാനൽ ഒരാളുണ്ടോ, ആദിദേവിയിലൊന്ന് വിസിറ്റ് ചെയ്യണം സമയമുണ്ടെങ്കിൽ. സമയമുള്ളപ്പോൾ രാത്രിയാണ് അവർ ലൈവ് ഉള്ളത്. ആദിദേവ എന്നാണല്ലോ പറഞ്ഞത്. ഹലോ, വെൽക്കം ജി, വെൽക്കം സബ് ജി, സ്വാഗതം. താങ്ക് യു ടു വിസിറ്റ് മൈ ചാനൽ. താങ്ക് യു ഫോർ ലൈക്ക്. താങ്ക് യു സബ് ജി. വർക്കിലാണോ, ജോലിയിലാണോ? സാബുജി ഇക്കൂസിനോട് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇക്കൂസും തിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഡ്യൂട്ടിയിലാണല്ലേ. ഓക്കെ, ഡ്യൂട്ടിക്കിടയിലും വന്ന് എന്നെ ഒന്ന് വിസിറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ വിൻസെൻ്റ് വ്ലോഗിൽ പോയിരുന്നു, ലൈവിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു പുള്ളിയെ. നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ തന്നെ ലൈവിൽ കുറച്ച് ആളുകളോടൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ടി. ഞാൻ ലൈവിലോട്ട് ഒന്ന് വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും തിരക്കില്ലാത്തപ്പം വരുമായിരിക്കാം, കാണുമായിരിക്കാം. ശരിയാണ്. സാബുജിയെ എന്തോന്ന് ഞാൻ ഫോണിൽ കാണുമ്പോൾ എനിക്ക് ശരിക്കും കിട്ടണില്ലല്ലോ. അതിനാണ് നമ്മൾ പരസ്പരം ലൈവിൽ പോയി കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്തോന്ന് ഒരു ഫേസ് അറിയാൻ പറ്റും. ഇങ്ങനെ സാബുജിയെ കാണുമ്പോഴേ എന്തോന്ന് ഗാനമേളയ്ക്ക് പാടുന്നതാണല്ലോ. എനിക്ക് തോന്നുന്നൊരു എന്തോന്ന് ഒരു ഫിലിം ആർട്ടിസ്റ്റിൻ്റെ ലുക്കാണുള്ളത്, ഒരു നായകൻ്റെ ലുക്ക്. ഹലോ അരുൺ, സ്വാഗതം. അതുൽ, വെൽക്കം അതുൽ. താങ്ക് യു ഫോർ ലൈക്ക്. അതിൽ വന്നിട്ട് സാബുജിയെ വിളിക്കുന്നുണ്ട്, സാബുജി എന്ന് വിളിക്കുന്നുണ്ട്. ഇക്കൂസിനെയും വിളിക്കുന്നുണ്ട് അതുൽ.